എടപ്പാൾ തട്ടാൻപടി പള്ളിയിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം ആഘോഷിച്ചു. എടപ്പാൾ തട്ടാൻപടി പള്ളിയിൽ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രാംഗണത്തിൽ വെച്ച് പൊങ്കൽ പാകര മാതൃസമൃദ്ധിയും ശ്രീ ദുർഗ ബാലഗോകുലത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം ആഘോഷിച്ചു. രാവിലെ 9 മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ ആരംഭിച്ച ആഘോഷ ചടങ്ങുകൾ ഔഷധകഞ്ഞി വിതരണത്തോടെ സമാപിച്ചു. രേണുക മോഹൻ, റീത്ത ടീച്ചർ, സരസ്വതി അങ്ങോട്ട് തുടങ്ങിയ അമ്മമാർ രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും ജയൻ തൃക്കണ്ടിയൂർ അർത്ഥവിവരണം നടത്തുകയും ചെയ്തു. പങ്കെടുത്ത എല്ലാവരും ശ്രീരാമ പാദുകത്തിൽ അഭിഷേകവും അർച്ചനയും സമൂഹ ആരതിയും നടത്തി. തുടർന്ന് എല്ലാവർക്കും അന്നദാനമായി ഔഷധകഞ്ഞി വിതരണവും നടത്തി. കഴിഞ്ഞല്ലോ അല്ലേ? നടക്കട്ടെ. നിത്യപൂജ എന്ന് പറയുന്ന പൂജ എല്ലാ മലയാള മാസവും അല്ലെങ്കിൽ എല്ലാ മാസവും അതാത് ദശരഥ രാമ ഹരേ ജയ ജയ ശ്രീരാമ അയോധ്യനാഥ ശുഭവരദ രാമ ദശരഥ രാമ ഹരേ ദശരഥ വസിഷ്ഠ പൂജിത ഭൃഗുരാമ പ്രിയ രാമായണ രാമ ദശരഥ രാമ ഹരേ കല്യാണ ഗുണശീല രാമ ഹരേ ലക്ഷ്മണ സഹിത ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ദശരഥ രാമ ഹരേ. അതല്ലേ? അതെ, എന്നാ നമുക്ക് ആരതി ചെയ്യാം. ആരാ ഇരിക്കുന്നതാണ്? സുനിയെ രാമായണം എല്ലായിടത്തും പാരായണം ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ശ്രീരാമ പാദുകാണ് അയോധ്യയിൽ പോയ ടീം കൊടുത്തതാണ്. മോദിക്ക് അടിയിട്ടു, അതുകൊണ്ടാണ് കൊടുക്കാണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമ്മള് ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിയത്. കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തോടനുബന്ധിച്ച് അവസാന 10 പട്ടാഭിഷേകം ശ്രീരാമ ഭഗവാൻ അയോധ്യയിലെത്തി രാജ്യഭരണം ഏറ്റെടുക്കുന്ന പട്ടാഭിഷേകം വായിക്കുന്ന അവസാന 10 നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീരാമ പട്ടാഭിഷേക സമയത്ത് 33 കോടി ദൈവങ്ങളും സന്നിധമായിരുന്നു. എല്ലാ ദേവീ ദേവന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു അനുഗ്രഹം നമ്മുടെ ഗ്രാമത്തിലെ എല്ലാ നാട്ടുകാർക്കും കിട്ടുക എന്നുള്ളതാണ്. അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാവർക്കും ഭഗവാനെ അർച്ചന ചെയ്യാനും അതുപോലെ തന്നെ അഭിഷേകം ചെയ്യാനും സമൂഹ ആരതി ഒഴിഞ്ഞ് അതിൽ പങ്കെടുക്കാനും ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം ശ്രീരാമ പട്ടാഭിഷേക സമയത്ത് അർച്ചന ചെയ്തു, അഭിഷേകം നടത്തി, അതുപോലെ തന്നെ സമൂഹ ആരതിയിലും പങ്കെടുത്തു. അതിനുശേഷം കർക്കിടക മാസത്തില് ഔഷധക്കഞ്ഞി അതും നമ്മള് എല്ലാ ഭക്തർക്കും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഔഷധ കഞ്ഞി കുടിച്ചിട്ട് അവരവരുടെ സ്വഭാവനങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതാണ്.